ഹോട്ടൽ ഹനാറ്റ ഇൻ്റർനാഷണലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സോഫയൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മിഥുനും അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു പന്തിയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് കയറുമ്പോൾ തന്നെയാണ് ഇവരുടെ റിസപ്ഷൻ വരുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവരുടെ ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. ഒരു 10-15 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കപ്പാസിറ്റിയുള്ള ഒരു ചെറിയ കഫറ്റീരിയ ആണ്. അവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 2 കാർഡ് തന്നിട്ടുണ്ട്. ഒന്ന് ലിഫ്റ്റ് ആക്സസിനുള്ളതും പിന്നെ ഒന്ന് നമ്മുടെ റൂമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ റൂംസൊക്കെ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു 5 സ്റ്റാർ ലെവലിലാണ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. കബേർഡ്സ് ഉണ്ട്, നല്ല വലിയ മിറേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ട കെറ്റിലും പിന്നെ കോഫി, ടീ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിനി ഫ്രിഡ്ജുണ്ട്. പിന്നെ വാഷ്റൂം ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നല്ല ഹൈജീനിക് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അമ്മയുടെയൊക്കെ റൂമൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം വലിയ റൂമാണ് ഇവരുടെ. 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇവിടെ ആയിട്ടൊരു സിംഗിൾ ബെഡും ഉണ്ട്, മിററുണ്ട്, വലിയൊരു കബേർഡുണ്ട്. ഇവർക്കും കെറ്റില്, കോഫി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനി ഫ്രിഡ്ജുണ്ട്, TV. ഈ കബേർഡ് നല്ല സ്പേഷ്യസ് ആണ്, നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. വലിയൊരു അലമാരയാണ്. ഇവിടെ തന്നെ നമ്മുടെ വാഷ്റൂം എല്ലാം സെയിം ആട്ടോ, സെയിം സൈസ് കാര്യങ്ങളൊക്കെയാണ്, എല്ലാം ഉണ്ട്. മിറർ. ഹായ്. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോവാം നേരെ. യെസ്, ഇവിടെയാണ് ഇവരുടെ ഗെയിം സെക്ഷൻസ് ഒക്കെ വരുന്നത്. 6th ഫ്ലോറിലാണ് കേട്ടോ അത്. ഞാൻ കളിക്കാൻ അറിയില്ലെങ്കിലും എന്തൊക്കെയോ ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഗ്രേസ് ആൻറ്റീനെ ഞാൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട്. ബില്ലിയാർഡ്സ് ഉണ്ട്, പിന്നെ ക്യാരം ബോർഡുണ്ട്. അത്യാവശ്യം സമയം പോകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബില്ലിയാർഡ്സ്. ഇവിടെ ക്യാരം ബോർഡ്. ഒരു 1 നൈറ്റ് സ്റ്റേക്ക് നമുക്ക് അത്യാവശ്യം സമയം പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അമ്മയും ഗ്രേസ് ആൻറ്റിയും ബില്ലിയാർഡ്സിലേക്ക് കയറിയിട്ടുണ്ട്. എന്താവും അറിയില്ല, കാര്യമായിട്ട് അവർ കളിക്കുന്നുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഈ വൈകുന്നേരമൊക്കെ അത്യാവശ്യം മഴക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു. അവിടെ നോക്കിയാൽ നമുക്ക് മെട്രോ ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ സ്വിമ്മിങ് പൂൾ വരുന്നത്. പിന്നെ ഇതുവരെ ഇത് കളിച്ച് കഴിഞ്ഞിട്ടില്ല. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അമ്മയും ഗ്രേസ് ആൻറ്റിയും ഇതൊന്ന് പഠിച്ച് സെറ്റായിട്ടേ വരുള്ളൂ എന്നുള്ള തീരുമാനത്തിനാന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ അമ്മ. മെട്രോ പോകുന്ന കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ എത്തി. പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ, കാണുമ്പോഴേ അറിയാം. ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറ അമ്മേനെ ഏൽപ്പിച്ചു. ഇനി എല്ലാം അത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി പപ്പടമൊക്കെ ഇട്ടൊന്ന് കുഴക്കട്ടെ. ഓഫ് മൈ ഗോഡ്, ഇവിടുന്ന് കഴിച്ച ബിരിയാണിയുടെ കാലോറീസ് ഇവിടെ തന്നെ ബേൺ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് കൈ കിട്ടിയ എല്ലാ മെഷീൻസും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും ബാക്കി വയ്ക്കില്ല, ഞങ്ങളെല്ലാം ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ജിമ്മ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂളിലേക്ക് വിട്ടു. വലിയൊരു പൂളുണ്ട് ഇവിടെ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ പൂളാണ്. മെട്രോ തിരിച്ചു പോകുന്നു. നല്ല വ്യൂ ആണ് ഇവിടുന്ന്, നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ.
സ്വിം സ്യൂട്ട് ഇട്ട് ഇറങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ചതാ. അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ലോണം നീന്തി തുടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതാ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നീന്താൻ അറിയുന്ന ആൾക്കാരാട്ടോ എല്ലാവരും, അതുകൊണ്ട് നടന്നാ നീന്തി എല്ലാവരും. അങ്ങനെ കുറേ നേരം പൂളിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളിതാ തിരിച്ചു കയറി. നല്ല വിശപ്പ് വന്നു. അങ്ങനെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇവിടെ ഒരാൾ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ബുഫേ സർവീസ് അവൈലബിൾ അല്ല. ലഞ്ചും ഡിന്നറും നമുക്ക് അലാക്കാട്ട സർവീസാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് ബുഫേ ഉള്ളത്. അപ്പോൾ നമ്മൾ റൂമിലേക്കാണ് ഫുഡ് സെർവ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ട്, പൊറോട്ട, ചില്ലി ചിക്കൻ, ചിക്കൻ 65, ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ അല്ലാത്ത ബീഫ് ഫ്രൈ, പിന്നെ കുറച്ച് സാലഡ്സ്, സൂപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം നല്ലൊരു പിടി പിടിക്കട്ടെ. അപ്പം ശരി. ഇന്നലത്തെ ഹെവി ഡിന്നർ കഴിച്ച് ഉറങ്ങിയത് അറിഞ്ഞില്ല. രാവിലെ ഇതാ എഴുന്നേൽക്കുമ്പോൾ പെരുമഴ. ഇത് നോക്കിയേ, എന്തൊരു മഴയാന്ന് നോക്കിയേ രാവിലെ തന്നെ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഈ റൂമിലിരുന്ന് ഈ മഴയൊക്കെ കാണാനും നല്ല രസമാണ്. നല്ലൊരു ആംബിയൻസും. ഒന്നും കൂടി പുതച്ചും കൂടി കിടക്കാൻ തോന്നുന്നു. ഈ മഴയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് കിടക്കാൻ നല്ല സുഖമാണ്. ഇനിയും ഇവിടെ നിന്ന് സമയം കളഞ്ഞാൽ എനിക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവും. അതുകൊണ്ട് ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. വേഗം ഡ്രസ്സുമായി താഴേക്ക് പോട്ടെ. 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉള്ളൂ. അപ്പോൾ ശരി. അങ്ങനെ ഞാൻ താഴെ എത്തി. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരും ഒരേ സമയത്ത് എത്തിയെന്ന് തോന്നുന്നു. ഇതിനും അമ്മയൊക്കെ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാക്കിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ പ്ലേറ്റ് നിറയ്ക്കാൻ. യെസ്, അങ്ങനെ ഞാൻ എൻ്റെ സർവീസ് തുടങ്ങട്ടെ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം എൻ്റെ പ്ലേറ്റിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഞാൻ മിഥുൻ്റെ അടുത്ത് പറഞ്ഞു ക്ലോസപ്പിൽ എടുക്കണ്ട, ബാക്കി ഇനി നമുക്ക് പുറകിൽ നിന്ന് എടുത്താൽ മതി. അങ്ങനെ ഞാൻ തിരിഞ്ഞ് നിന്ന് ഞാൻ എൻ്റെ പ്ലേറ്റ് ഫുൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കോഫി ചേട്ടനെ കാണാത്തതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. കോഫി വന്നിട്ട് വേണം എനിക്ക് പോകാൻ. അങ്ങനെ കോഫിയൊക്കെ കിട്ടി, ഇതിന് മുട്ടയും കിട്ടി, ജ്യൂസും കിട്ടി. ഞങ്ങളുടെ പ്ലേറ്റും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. വീഡിയോ എടുക്കാൻ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഫുഡിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്നുള്ളൊരു പേടി. അതുകൊണ്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് വീണ്ടും വരികയാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ.